കഴിഞ്ഞ ദിവസമാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ട് പുറത്തു വന്നത്. ചിത്രത്തിന് സെൻസറിംഗ് കഴിഞ്ഞെന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്നും ഉള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന് ദൈർഘ്യം എത്രയുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് പ്രേക്ഷകർ ശരിക്കും അത്ഭുതപ്പെട്ടത്. ഏതാണ്ട് 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ലൂസിഫർ എന്ന ചിത്രത്തെക്കാളും വലിയ ചിത്രമാണ് എമ്പുരാൻ എന്നത് ദൈർഘ്യത്തിലും ആ വലുപ്പമുണ്ട് എന്നതും മനസ്സിലാക്കുന്നു. മലയാളത്തിലെ അപ്കമിംഗ് ലൈനപ്പുകളിൽ ഏറ്റവും ഹൈപ്പ് നേടിയ ചിത്രം തന്നെയാണ് എമ്പുരാൻ. ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായി വന്നിട്ടുണ്ട്. കാരണം ചിത്രത്തിന്റെ സെൻസറിംഗ് നടന്നപ്പോൾ ഏകദേശം 10 സെക്കൻഡിന്റെ കട്ടും വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. US സർട്ടിഫിക്കറ്റ് 16+ വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയെടുത്തിരിക്കുന്നത്. ഇത് വരുമ്പോൾ തന്നെ ചിത്രത്തിന്റെ ഏകദേശം 10 സെക്കൻഡ് കട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. അതിൽ ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ കൂടിയുണ്ട് എന്നതും വന്ന റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് പുറത്തുവരുന്ന വിവരമനുസരിച്ച് എമ്പുരാന്. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂറും 52 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂറും 59 മിനിറ്റ് 59 സെക്കൻഡ് ആണ്. അതായത് 3 മണിക്കൂറോളം. സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്നും കട്ട് ചെയ്തത് വെറും 10 സെക്കൻഡ് മാത്രമാണ്. ഇതിൽ 4 സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട്. ആ 2 കട്ടുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ചെറിയ വയലൻസ് സീനുകളാണ് അതിൽ കട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. കൂടാതെ ഡയലോഗിലുള്ള മ്യൂട്ടിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പേടിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആരാധകരെയും പ്രേക്ഷകരെയും ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ വയലൻസ് സിനിമകളിലെ ഓരോ പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ ഇങ്ങനെയും ഒരു മാസ് എലമെന്റ് ഉള്ള സിനിമ വരുമ്പോൾ കണ്ടന്റിലാണ് ഇതിലെ പ്രധാന കാര്യം. എന്നിട്ട് പോലും കട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കറണ്ട് സിനാരിയോയിൽ മുരളി ഗോപി എഴുതി വച്ചിരിക്കുന്ന സംഭവം അത്രയ്ക്ക് ഗംഭീരമാണെന്ന് പറയാൻ കഴിയും. ഈ കാര്യം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സെൻസറിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്ന റിപ്പോർട്ടുകളിലെ കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കിയ പ്രേക്ഷകർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. US സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്ന വിവരം വന്നപ്പോൾ സർട്ടിഫിക്കറ്റിലെ ചിത്രത്തിന്റെ പ്ലോട്ടാണ് ചർച്ചാ വിഷയമാകുന്നതും. ജതിൻ രാംദാസ് മുഖ്യമന്ത്രി ആകുന്നിടത്താണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത്. രണ്ടാം ഭാഗത്തിൽ ഇലക്ഷൻ അടുക്കാനിരിക്കെ ജതിൻ രാംദാസും സ്റ്റീഫൻ നെടുമ്പള്ളിയും ചേർന്ന് ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുങ്ങുന്നു എന്നാണ് സർട്ടിഫിക്കറ്റിലെ ചിത്രത്തിന്റെ പ്ലോട്ട് വിശദമാക്കുന്നത്. ആദ്യ ഭാഗത്തേതുപോലെ കേരള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നതിനോടൊപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രഹാം ഖുറേഷിയുടെ പൂർവ്വകാലവും സിനിമ കാണിച്ചു തരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സിനിമയിലെ 36 ക്യാരക്ടർ പോസ്റ്ററുകളും അഭിനേതാക്കളുടെ വീഡിയോകളും ടീസറും അണിയർ പ്രവർത്തകർ നേരത്തെ വിട്ടിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ രാഷ്ട്രീയപരമായുള്ള സിനിമയുടെ പോക്ക് വലിയ രീതിയിൽ സംസാര വിഷയമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ഏതായാലും മോഹൻലാൽ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക തന്നെയാണ് ഈ ഒരു സെൻസറിംഗിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. കാരണം ചിത്രത്തിൽ അവർക്ക് കാണാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്, അതൊന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല എന്നത് തന്നെ. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അവരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യത്തിന്റെ കൺഫർമേഷൻ ആയിരിക്കുന്നു എന്നതാണ്. പഫബ എന്ന സിനിമയിൽ ദിലീപിനൊപ്പം മോഹൻലാലും ഒരു ക്യാമിയോ വേഷത്തിൽ എത്താൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുമ്പോൾ അതിനൊരു കൺഫർമേഷൻ എന്തായാലും ലഭിച്ചിട്ടില്ല. അതിനിടയ്ക്കാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ഫഹീം സഫറിനോട് ഈ കാര്യം ചോദിക്കുകയും അദ്ദേഹം മോഹൻലാലിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്തു. എന്നാൽ ഉണ്ടെങ്കിൽ ഉറപ്പായും അറിയിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞതും. ഇന്നിതാ അങ്ങനെ ഉറപ്പിക്കുന്ന ഒരു സംഭവം കൂടി അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഹൻലാൽ ആരാധകരും ദിലീപ് ആരാധകരും ഇത് വലിയ രീതിയിൽ ആഘോഷവുമാക്കി സോഷ്യൽ മീഡിയയിൽ. പഫബയുടെ ഡയറക്ടറായ ധനഞ്ജയ് ശങ്കറാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ മോഹൻലാലിന്റെ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. എൽ എന്നെഴുതിയ മോഹൻലാലിന്റെ ലേറ്റസ്റ്റ് ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് അത് ഉറപ്പിക്കുകയാണെന്ന് പ്രേക്ഷകർ അനുമാനിച്ചു. പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് എല്ലാം ഫിനിഷ്ഡ് ആണ്. പക്ഷേ മോഹൻലാലിന്റെ ക്യാമിയോ റോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് 15 ദിവസത്തെ ഷൂട്ട് ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. അതിപ്പോൾ സംഭവിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു കൈയടിക്കുള്ള വക പഫബ എന്ന ചിത്രം മോഹൻലാലിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയാനുള്ളതും. ചൈന ടൗൺ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും ദിലീപും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടി ആകുകയാണ് പഫബ എന്ന ചിത്രം. ഒരു വ്യത്യസ്ത സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. മുമ്പേ തന്നെ പഫബയിലെ ചില രംഗങ്ങൾ മോഹൻലാലുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ വന്നിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നു എന്നത്. ഗൾഫ് മോട്ടോഴ്സ് എന്ന വരവേൽപ്പ് എന്ന ചിത്രത്തിലെ ആ ബസ്സൊക്കെ ഈ ചിത്രത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതാണ് ലീഡ് ചെയ്തത് മോഹൻലാലിലേക്ക്. കൂടാതെ ദിലീപിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവും ഈ ചിത്രത്തിലൂടെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. അതിനൊരു മോഹൻലാൽ സപ്പോർട്ടും കൂടി ആകുമല്ലോ. കൂടാതെ ദിലീപിന്റെ ലക്കി റിലീസ് ഡേറ്റും ഈ ചിത്രത്തിനായി ഉപയോഗിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. ജൂലൈ 4.